പല നഴ്സസും നമ്മളോട് ചോദിക്കാറുണ്ട് ഏത് കൺട്രിയിലെ പ്രോസസ്സാണ് കുറച്ചുകൂടെ ഈസി എന്ന്. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷനാണ് നമ്മളിന്ന് തരുന്നത്. ഈ രണ്ട് കൺട്രീസ് തമ്മിലുള്ള കമ്പാരിസണിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓസ്ട്രേലിയയുടെയും അതുപോലെ തന്നെ ന്യൂസിലൻഡിൻ്റെയും രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പോയിന്റ്സ്, രണ്ട് കൺട്രിയിലെയും രജിസ്ട്രേഷൻ്റെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഏതാണ് ബെറ്റർ, കോസ്റ്റ് ഓഫ് പ്രോസസ്സ് കൂടുതൽ ഏതിനാണ്, രണ്ട് കൺട്രി പ്രോസസ്സ് ചെയ്യുമ്പോൾ കോസ്റ്റിൻ്റെ കമ്പാരിസൺ, ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഫ്രെയിം, ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ്, ജോബ് ഓപ്പർച്യൂണിറ്റി, PR പോസിബിലിറ്റി, ഏജ് ലിമിറ്റ്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷനെ പറ്റിയാണ്. പല നഴ്സസും നമ്മളോട് ചോദിക്കാറുണ്ട് ഏത് കൺട്രിയിലെ പ്രോസസ്സാണ് കുറച്ചുകൂടെ ഈസി എന്ന്. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷനാണ് നമ്മളിന്ന് തരുന്നത്. ഡെസ്മ ഇൻ്റർനാഷണൽ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന കൺസൾട്ടൻസിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തരാനും സാധിക്കും. ഈ രണ്ട് കൺട്രീസ് തമ്മിലുള്ള കമ്പാരിസണിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓസ്ട്രേലിയയുടെയും അതുപോലെ തന്നെ ന്യൂസിലൻഡിൻ്റെയും രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ. ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യണമെങ്കിൽ 3 പ്രൊസീജിയറാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ NCLEX-RN. ഇതൊരു തിയറി ബേസ്ഡ് എക്സാം ആണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ പല കൺട്രീസിൽ ഇതിൻ്റെ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അവിടെ നിന്നാണ് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യേണ്ടത്. NCLEX എക്സാം പാസ്സായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് OSCE. OSCE എന്ന് പറയുന്ന എക്സാം പ്രാക്ടിക്കൽ എക്സാം ആണ്. ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. 10 സെനാരിയോസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. ഈ 10 സെനാരിയോയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ 7 എണ്ണം ക്ലിയർ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ OSCE നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. NCLEX-RNും OSCEയും പാസ്സായതിനു ശേഷമാണ് നമ്മൾ ഫൈനൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഫൈനൽ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇംഗ്ലീഷ് ടെസ്റ്റ് വേണ്ടത്. IELTS, OET, PT. ഇതിൽ ഏത് സ്കോർ ആണെങ്കിലും ഇഷ്യൂസ് ഇല്ല. എലിജിബിൾ ആയിട്ടുള്ള സ്കോർ എടുത്തു കഴിഞ്ഞാൽ APRA രജിസ്ട്രേഷൻ്റെ ഫൈനൽ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ 3 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ. അടുത്തതായി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ. ന്യൂസിലാൻഡിലും രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇംഗ്ലീഷ് ടെസ്റ്റ്. IELTS OET ഏതാണെങ്കിലും കുഴപ്പമില്ല. റിക്വയർഡ് സ്കോർ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് IQM തിയറി എക്സാം ഉണ്ട്. ഓസ്ട്രേലിയയുടെ പോലത്തെ തന്നെ NCLEX-RNും ആയിട്ട് സിമിലർ ആയിട്ടുള്ളൊരു എക്സാം ആണ് IQM തിയറി എക്സാം. ഓൺലൈൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. പിയേഴ്സൺ വ്യൂ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് ഇത് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വൺസ് ഈ ഒരു IQM തിയറി എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ OSCE ന്യൂസിലൻഡിലും ഉണ്ട്. സോ ന്യൂസിലൻഡിൽ പോയിട്ട് OSCE അറ്റൻഡ് ചെയ്യാം. OSCE ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ രജിസ്ട്രേഷൻ കിട്ടും. ന്യൂസിലൻഡിൽ APC നമ്പർ കിട്ടുന്നതാണ്. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ യൂട്യൂബ് ചാനലിൽ പല പ്രാവശ്യം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി രണ്ട് കൺട്രിയും തമ്മിലുള്ളൊരു കമ്പാരിസൺ നോക്കാം. ഇത് തികച്ചും ഇൻഡിവിജ്വൽ ഡിസിഷൻ അനുസരിച്ചിട്ടാണ് പ്രൊസീജിയർ ഏത് കൺട്രി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓരോ നഴ്സസും ഡിസൈഡ് ചെയ്യേണ്ടത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പോയിന്റ്സ്, രണ്ട് കൺട്രിയിലെയും രജിസ്ട്രേഷൻ്റെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഏതാണ് ബെറ്റർ, കോസ്റ്റ് ഓഫ് പ്രോസസ്സ് കൂടുതൽ ഏതിനാണ്, രണ്ട് കൺട്രി പ്രോസസ്സ് ചെയ്യുമ്പോൾ കോസ്റ്റിൻ്റെ കമ്പാരിസൺ, ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഫ്രെയിം, ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ്, ജോബ് ഓപ്പർച്യൂണിറ്റി, PR പോസിബിലിറ്റി, ഏജ് ലിമിറ്റ്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് എക്സാം റിസൾട്ടിനെ കുറിച്ച് പറയാം. ഓസ്ട്രേലിയയിലെ തിയറി എക്സാം എന്ന് പറയുന്നത് NCLEX-RN ആണല്ലോ. NCLEX-RN അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ബട്ട് നമ്മൾക്ക് നല്ലൊരു കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സക്സസ് റേറ്റും നല്ല പോലെ ഉണ്ട്. ന്യൂസിലാൻഡിലെ IQM തിയറി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. UK-യിലെ ഒരു CBT ഒക്കെ പോലത്തെ തന്നെയുള്ള ഒരു സിമ്പിൾ എക്സാം ആണ് ന്യൂസിലാൻഡിലെ IQM തിയറി എക്സാം. ഈസി ആയിട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് പോവാറുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എടുക്കാനും സാധിക്കാറുണ്ട്. കോച്ചിങ്ങിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് ചില സമയത്ത് തോന്നാറില്ല. കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള എക്സാമിനേഷനാണ്. അടുത്തത് OSCE. ഓസ്ട്രേലിയയുടെ OSCE ഡെസ്മ ഇൻ്റർനാഷണൽ മോർ ദാൻ 99% സക്സസ് റേറ്റ് ആണ് റിസൾട്ടിനുള്ളത്. കാരണം നമ്മുടെ കോച്ചിങ്ങും അതുപോലെ തന്നെയാണ്. ബെസ്റ്റ് കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന്. റിസൾട്ടും അതുപോലെ തന്നെയാണ്. എന്നാൽ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സ് ആണെങ്കിൽ, ന്യൂസിലൻഡിൻ്റെ OSCE ആണെങ്കിൽ അത്യാവശ്യം ഡിഫിക്കൽട്ടാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂസിലൻഡിൻ്റെ OSCEക്ക് കുറച്ച് ഫെയിലിയർ റേറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ
അവർ ഏതൊക്കെ ഏരിയയിലാണ് മാർക്ക് കുറവ് അല്ലെങ്കിൽ ഏത് സ്റ്റേഷനാണ് ഫെയിൽ ആയിരിക്കുന്നത് അങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് റിസൾട്ട് ഫെയിൽ ആയാലും അവർ കൊടുക്കാറില്ല. പാസ് ഓർ ഫെയിൽ ഈ ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ കൊടുക്കാറുള്ളൂ. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇൻ കേസ് ഫെയിലായി രണ്ടാമത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഏത് ഏരിയ നിങ്ങൾ സ്ട്രോങ് ആക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് അത് കുറച്ച് ഡിഫിക്കൽട്ടീസ് നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഓസ്ട്രേലിയ ഓസ്കി അങ്ങനെയല്ല, അവർ പ്രോപ്പറായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്. സോ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ, എക്സാം റിസൾട്ടിൻ്റെ കൺക്ലൂഷൻ നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയൻ എക്സാമിനേഷൻ ആണ് ബെറ്റർ. കാരണം NCLEX ആർ നിങ്ങൾ കുറച്ച് ടൈം ആൻഡ് എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ്. അതുപോലെ തന്നെ ഓസ്കിയും അങ്ങനെയാണ്, നമുക്ക് നല്ലൊരു കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ന്യൂസിലൻഡിൻ്റെത് അങ്ങനെയല്ല, കൂടുതലും ഫെയിലിയർ റേറ്റ് ആണെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു അപ്ഡേറ്റും അവർ പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല. ഇവരിത് പേർപ്പസ്ഫുള്ളി ചെയ്യുന്നു എന്നുള്ളൊരു റൂമറും നിൽക്കുന്നുണ്ട്. സോ നമ്മുടെ ഒപ്പീനിയനിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എക്സാമിനേഷൻ്റെ റിസൾട്ടിലും കോച്ചിങ്ങിലും ആ ഒരു പ്രൊസീജിയറിലും ഒക്കെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. അടുത്തതായി കോസ്റ്റ്. ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിൻ്റെയും പ്രോസസ്സിൻ്റെ കോസ്റ്റ് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. കമ്പയർ ചെയ്യുവാണെങ്കിൽ ന്യൂസിലൻഡിൽ ഒരു 1 lakh കുറവുണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. അതിൻ്റെ റീസൺ ഇതാണ്, ന്യൂസിലൻഡിലെ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓസ്കിയുടെ കോച്ചിങ് ഒക്കെ അവർ ന്യൂസിലൻഡിൽ തന്നെ നഴ്സിംഗ് കൗൺസിൽ 2 days ഓറിയൻറ്റേഷനൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും അവിടെ ഒരു അഡീഷണൽ കോച്ചിങ് എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ ഇതൊരു പ്രോപ്പർ കോച്ചിങ് ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ആൻസർ നമുക്ക് യെസ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഓസ്ട്രേലിയയുടെ കോസ്റ്റ് ആണെങ്കിൽ കോസ്റ്റ് ന്യൂസിലൻഡിലേലും ഒരു 1 lakh കൂടി നിൽക്കാനുള്ളതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കോച്ചിങ് തന്നെയാണ്. ഓസ്ട്രേലിയയിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും NCLEXൻ്റെയും ഓസ്കിയുടെയൊക്കെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല കോച്ചിങ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു 1 lakh എമൗണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂസിലൻഡ് കുറച്ച് കുറവാണെങ്കിലും അത് ചിലപ്പോൾ ഒരു ബെസ്റ്റ് ഡിസിഷൻ ആവണം എന്നില്ല. കാരണം ഓസ്കിയുടെ എക്സാം റിസൾട്ട് ഇൻ കേസ് ഡിഫിക്കൽട്ട് ആണ് അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഗെയിൻ ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് അഡീഷണൽ കോസ്റ്റ് ഓസ്ട്രേലിയയുടേതിനെക്കാട്ടിലും 3-4 ലക്ഷം രൂപ വീണ്ടും കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊസീജിയറിൻ്റെ കോസ്റ്റ് നോക്കുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ തന്നെയായിരിക്കും ആ ഒരു കാര്യത്തിലും ബെറ്റർ. നമ്മൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിങ്ങും ഗൈഡൻസും എല്ലാം തരാനായിട്ടും സാധിക്കും. ന്യൂസിലൻഡിനെയും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബട്ട് റിസൾട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് രണ്ടാമത് അറ്റൻഡ് ചെയ്യുമ്പോൾ കോസ്റ്റും കൂടാനിടയുണ്ട്. അടുത്തതായി ടൈം ഫ്രെയിം. 2 കൺട്രിയിലെയും പ്രൊസീജിയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഡിസിഷൻ ലെറ്റർ കിട്ടാൻ വേണ്ടി തന്നെ ഏകദേശം 8 മുതൽ 10 മാസം വരെ സമയം എടുക്കാറുണ്ട്. പക്ഷേ ഓസ്ട്രേലിയ ആണെങ്കിൽ നമുക്കൊരു 3 മാസം മുതൽ തന്നെ NCLEXൻ്റെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഡിസിഷൻ കിട്ടാറുണ്ട്. ചില കേസ് ആണെങ്കിൽ വിത്തിൻ ഫ്യൂ വീക്സ് തന്നെ ഡിസിഷൻ വരാറുണ്ട്. സോ എല്ലാവർക്കും പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നായിരിക്കും ആഗ്രഹം. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ തന്നെയായിരിക്കും. ഓസ്ട്രേലിയൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു 1 year ആയിരിക്കും വരിക. എന്നാൽ ന്യൂസിലൻഡ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സമയം എടുക്കാറുണ്ട്. ഡിസിഷൻ ലെറ്ററിന് വേണ്ടി തന്നെ ഞാൻ പറഞ്ഞതുപോലെ 10 മാസമൊക്കെ എടുക്കാറുണ്ട്. സോ ഓസ്ട്രേലിയ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു 10 മാസത്തിനുള്ളിൽ ഓസ്ട്രേലിയയുടെ പ്രൊസീജിയർ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയേക്കാം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ. സോ ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. അടുത്തതായി ഇംഗ്ലീഷ് സ്കോറിൻ്റെ റിക്വയർമെൻറ്റ്. ഈ 2 കൺട്രിയിലും സ്കോർ റിക്വയർമെൻറ്റ് സെയിം തന്നെയാണ്. പക്ഷേ അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ന്യൂസിലൻഡ് ആണെങ്കിൽ നിങ്ങൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 3 months ഒക്കെ സ്കോർ എടുത്ത് തരേണ്ടി വരാറുണ്ട്. എന്നാൽ ഓസ്ട്രേലിയ അങ്ങനെയല്ല. ഓസ്ട്രേലിയ NCLEX ആറിനും ഓസ്കിയൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സ്കോറിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടി വരാറുള്ളൂ. സോ ആ ടൈമിൽ എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. കൂടാതെ ഈ സ്കോർ ലാസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് തന്നെ PR-ന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും സാധിക്കും. എന്നാൽ ന്യൂസിലൻഡ് അങ്ങനെയല്ല. ന്യൂസിലൻഡിൻ്റെ പ്രൊസീജിയർ തുടങ്ങി ഒരു 3-4 മാസത്തിനുള്ളിൽ ഇംഗ്ലീഷിൻ്റെ സ്കോർ എടുത്ത് തരേണ്ടതുണ്ട്. സോ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ ഓസ്ട്രേലിയ തന്നെയാണ്. അടുത്തതായി ജോബ് ഓപ്പണിംഗ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ന്യൂസിലൻഡിൽ ജോബ് ഓപ്പണിങ്സ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടെ റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അത് വെച്ച് ഓസ്ട്രേലിയ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയാണ് കുറച്ചുകൂടെ കൂടുതൽ വേക്കൻസീസ് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള കൺട്രി എന്ന് പറയുന്നത്. നമുക്കാണെങ്കിൽ തന്നെ ഇപ്പം ഏജ്ഡ് കെയറിലാണെങ്കിലും മെൻ്റൽ ഹെൽത്തിലാണെങ്കിലും RNൻ്റെ വേക്കൻസീസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. സ്റ്റിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ വേക്കൻസീസ് നമുക്ക് ഓപ്പൺ ആണ്. അപ്പോൾ ജോബ് വേക്കൻസിയുടെ കാര്യം നോക്കുമ്പോൾ ഓസ്ട്രേലിയ തന്നെയാണ് കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നത്. അടുത്തതായി വരുന്നതാണ് PR പോസിബിലിറ്റി.
ന്യൂസിലൻഡ് PR-ൻ്റെ ആ ഒരു ടൈം ഫ്രെയിം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഓസ്ട്രേലിയയുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആപ്ര രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് PR-ൽ അപ്ലൈ ചെയ്ത് വിത്ത് PR ആയിട്ട് തന്നെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ലാസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഏജ്. ഓസ്ട്രേലിയൻ PR-ൻ്റെ ഏജ് ലിമിറ്റ് 45 ആണ്. എന്നാൽ ന്യൂസിലാൻഡിൻ്റെത് 55 വരെ ഉണ്ട്. സോ PR-ൻ്റെ ഏജ് നോക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ വരുന്നത് ന്യൂസിലൻഡ് ആണ്. എന്നാലും PR ന്യൂസിലൻഡിൽ നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആ ഒരു പ്രൊസീജിയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആപ്ര രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റുന്നത് ഓസ്ട്രേലിയൻ്റെ PR ആണ്. എന്നാലും നമ്മൾ ഏജിൻ്റെ കാര്യം നോക്കുമ്പോൾ ന്യൂസിലൻഡ് ആണ് കുറച്ചുകൂടി ബെറ്റർ. ബട്ട് ഓസ്ട്രേലിയയിൽ ഏജ് ലിമിറ്റ് കഴിഞ്ഞ അല്ലെങ്കിൽ ഏജ് ഓവർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ട് വരാറില്ല. സോ ആ ഒരു രീതിയിലാണെങ്കിലും അവർക്ക് വർക്ക് വിസയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഓസ്ട്രേലിയൻ പ്രോസസ് ചെയ്യണോ അതോ ന്യൂസിലൻഡ് പ്രോസസ് ചെയ്യണോ എന്നുള്ളത്. പല നഴ്സസിനും ചിലപ്പോൾ ന്യൂസിലൻഡിൽ ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സ് ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് ന്യൂസിലൻഡ് തന്നെയായിരിക്കും ചിലപ്പോൾ ബെറ്റർ ഓപ്ഷനായി തോന്നുക. ഡെസ്മ ഇന്റർനാഷണൽ ഈ 2 കൺട്രിയുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന കൺസൾട്ടൻസിയാണ്. സോ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണ് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.